അങ്ങനെ അനീഷ് ഒന്നും കൂടി നല്ല സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് മാതൃഭൂമിയുടെ തന്നെ MBILF എന്ന് പറയുന്ന ഒരു വേദിയിൽ വെച്ചാണ് ആളെന്തായാലും അദ്ദേഹത്തിന്റെ കതിരാളൻ എന്ന് പറയുന്ന നോവൽ എന്തായാലും ലോഞ്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു പുതിയൊരു പോസ്റ്റും കൂടി എന്തായാലും ആളെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന ദിവസങ്ങൾക്കിടയിൽ ആണ് എന്തായാലും ഈ ഒരു പരിപാടി നടക്കുന്നത്. പിന്നെ അതിന്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ടാണ്. അപ്പൊ പറയുമ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുവെങ്കിലും പക്ഷെ ഇത് ഒരു വലിയൊരു നേട്ടമാണ്. അതായത് ഒരു കോമണർ ആയിട്ട് വന്ന ഒരാൾ ഇത്തരത്തിൽ ഒരു എഴുതിയൊരു പുസ്തകം ഇത്തരത്തിൽ മാതൃഭൂമി പോലത്തെ ഒരു ബ്രാൻഡ് സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ സൈഡിൽ നിന്ന് പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു, ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞ പോലെ തന്നെ അതൊരു ചില്ലറ കാര്യമല്ല. കാര്യം നമ്മൾ ഇതിനു മുന്നേയും ഇത്തരത്തിൽ അനീഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് സംസാരിക്കുന്ന സമയത്തും എല്ലാം നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ്. ഒരു കോമണർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അദ്ദേഹം നേടിയെടുത്ത നേട്ടങ്ങളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ ഇതൊന്നും ചില്ലറകളൊന്നുമല്ല. കാര്യം വർഷങ്ങളോളം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടി വർക്ക് ചെയ്ത ഒരാൾ തന്നെയാണ് ഷാനവാസ്. ഈ ഷാനവാസിന് പോലും കിട്ടുന്നതിനും അപ്പുറത്തേക്ക് വലിയ സാധ്യതകൾ, അതായത് ഇത്തരത്തിലുള്ള ബുക്ക് റിലേറ്റഡോ അല്ലെങ്കിൽ മറ്റ് ഇവന്റ്സിന്റെ അല്ല, ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ തന്നെ സൈഡിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ അനീഷിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമാണ്. ഷാനവാസിന്റെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒരു ഏഷ്യാനെറ്റുമായിട്ട് ഇത്രയധികം വർഷങ്ങളായിട്ടുള്ള റിലേഷൻ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞെന്ന് മാത്രമല്ല. ഇപ്പൊ ഈ ഷാനവാസ് അല്ലെങ്കിൽ പോലും ഇപ്പൊ ഈ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയിട്ടുള്ള അനുമോൾക്ക് പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു അക്സെപ്റ്റൻസ് അനീഷ് ലഭിക്കുന്നുണ്ട്. അതായത് പബ്ലിക്കിന്റെ ഇടയിലല്ലേ ഈ ഏഷ്യാനെറ്റ് ചാനലിന്റെ സൈഡിൽ നിന്ന് പോലും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമാണ്. അതായത് വളരെ നല്ലൊരു രീതിയിൽ തന്നെയാണ് അനീഷിന് എന്തായാലും ആൾക്കാർ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് കൊടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അതാ ഒരു 100 ദിവസം കൊണ്ട്, ഒരു ബിഗ് ബോസ് സീസൺ 7 ഒരു കാലയളവ്, ഒരു 100 ദിവസം കൊണ്ട് അനീഷ് അവിടെ എന്ത് ചെയ്തു, ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിം കൊണ്ട് ഒരു ഇമോഷണൽ കണക്ഷൻ എത്രത്തോളം നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ സാധിച്ചു ഈ കാണുന്ന ഓഡിയൻസുമായിട്ട് എന്നതിന്റെയൊക്കെ റിസൾട്ട് ആണ് ശരിക്കും പറഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്തായാലും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഈ ഒരു ഷോയുടെ റീച്ച് അത്രയധികമാണ്. അപ്പൊ ആ ഒരു ഷോ കൊണ്ട് ഒന്നെങ്കിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ കുതാഹം എന്തായാലും താഴോട്ട് പോകാനും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം ഇത്തരത്തിൽ ഈ ബിഗ് ബോസ് പോലത്തെ ഷോയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോയിൽ പങ്കെടുക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും വളരെ ഒരു നെഗറ്റീവായിട്ടൊരു ഇമേജ് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ദിവസം ഇത്തരം സ്ട്രേഞ്ചേഴ്സിനൊപ്പം താമസിക്കുന്ന സമയം ഒരുപാട് പ്രശ്നങ്ങൾ ഉറപ്പായിട്ടോടെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളായിക്കോട്ടെ, ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു നെഗറ്റീവായിട്ടൊരു ഇമേജ് ഉണ്ടാക്കിയിട്ട് സാധാരണ രീതിയിൽ പുറത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഒരു ഇമേജ് ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞ എണ്ണത്തിനകത്ത് കൂടുതൽ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് ബിഗ് ബോസ് സീസൺ 7 മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇതിനു മുന്നേയുള്ള എല്ലാ സീസൺസിലും നോക്കുകയാണെങ്കിലും അത്തരത്തിലൊരു കാര്യം നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ അപ്പൊ ആ രീതിയിൽ നിന്നിട്ട് ഇത്രയധികം നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ബിൽഡ് ചെയ്തെടുക്കുക, നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക, ഒരു കോമണർ എന്നുള്ള ഒരു ഇമേജിലാണ് വന്നതെങ്കിൽ ഇപ്പൊ ഏറ്റവും അധികം ഒരു നല്ലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാൾ എന്നുള്ള രീതിയിലൊരു ഇമേജിലേക്ക് മാറുക എന്നൊക്കെ പറയുന്ന ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എന്തായാലും അനീഷിന്റെ ഇൻസ്റ്റാ പേജിലൊക്കെ എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു പോസ്റ്റർ ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റ് ഒക്കെ ഇത്തരത്തിൽ ആ ഒരു PR ടീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ബന്ധപ്പെട്ട മറ്റ് ആൾക്കാരൊക്കെ എന്തായാലും കോൺടാക്ട് ചെയ്തിട്ട് മറ്റ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരെ കൊണ്ട് ഇടിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉള്ള ആൾക്കാരുടെ അടുത്താണ് ഇത്തരത്തിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് എന്നാലും അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ സിനിമാക്കാർ വരെ അനീഷ് എന്തായാലും ഇത്തരത്തിൽ കോൺടാക്ട് ചെയ്യുകയും അത്തരത്തിൽ സിനിമയുടെ പോസ്റ്റേഴ്സ് വരെ അനീഷ് എന്തായാലും ഷെയർ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് വരെ കൊണ്ടുവന്ന് എത്തിക്കാൻ അനീഷ് എന്തായാലും ആ ഒരു ബിഗ് ബോസ് സീസൺ 7 ഒരു 100 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് എന്തായാലും സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് അനീഷ് ഉറപ്പായിട്ടും ഒരു കയ്യടി അർഹിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല.